SIT അന്വേഷിക്കണമെന്ന ആവശ്യം അവിടെ വരുമ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എന്താണ് ചെയ്യുന്നത്? SIT ഏൽപ്പിക്കുന്നില്ല. SIT ഏൽപ്പിക്കാതെ അത് ഏൽപ്പിക്കുന്നത് സ്റ്റേറ്റ് വിജിലൻസിനെയാണ്. അപ്പോൾ ഇതിന്റെ ഗ്രാവിറ്റി എത്രത്തോളമുണ്ട്? ഇത് പറയുന്ന സ്വർണ്ണപ്പാളികളുമായി ചേർത്ത് വയ്ക്കാവുന്ന ഗ്രാവിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാകണം അത് സ്റ്റേറ്റ് വിജിലൻസിനെ ഏൽപ്പിക്കുന്നത്. ഇനി സ്റ്റേറ്റ് വിജിലൻസിന് അടുത്ത FIR ഇടാമോ? FIR ഇടാം. അതൊരു പുതിയ കേസായി FIR ഇടാം എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ള എന്നല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു FIR കൂടി വന്നിരിക്കുന്നു. ഈ കൊള്ളയുമായി ചേർത്ത് വെക്കാനാവില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളതാണ്, ക്രമക്കേടാണ്. അപ്പോൾ ഇതുവരെ ഈ റിപ്പോർട്ടുകളിലൊന്നും ഈ പറയുന്ന പ്രയാറിൻ്റെയോ അജയ് തറയിലിൻ്റെയോ പേരില്ല. പക്ഷെ നമുക്കറിയാവുന്ന പോലെ അജയ് തറയിലിനും അന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് വലിയ ഓർമ്മയില്ല. അദ്ദേഹം പല കാര്യങ്ങളും രണ്ടാമത് മാറ്റി പറയുന്നു. അദ്ദേഹത്തിന് ഓർമ്മ വരുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നു. ഇനി ഇപ്പോൾ ഇത് രാഷ്ട്രീയമായ പ്രതികരണം വരുമ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് UDFിൻ്റെ കാലത്താണ്. UDFിൻ്റെ കാലത്തല്ലല്ലോ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ ദേവസ്വം ബോർഡ് ആ സമയത്ത് UDF ബോർഡാണ്. അതെ, അതിൽ K രാഘവൻ എന്ന CPM അംഗം കൂടി ഉണ്ടെന്നുള്ള കാര്യം ബോധപൂർവ്വം ആ പേര് ഒഴിവാക്കിയിട്ടാണ് ഈ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ആ ക്രമക്കേട് അന്വേഷിക്കുമ്പോൾ ഇനിയിപ്പോൾ FIR ഇട്ട് ക്രിമിനൽ കേസ് അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ അജയ് തറയിലേക്കും അന്വേഷണം പോകാം. ഇപ്പോൾ അജയ് തറയിൽ പറയുന്ന രാഷ്ട്രീയമായി തന്നെ CPMലെ ഒരു പ്രമുഖൻ തന്നെ വിളിച്ചു പറഞ്ഞു, അതായത് ജാഥ എറണാകുളത്ത് എത്തുമ്പോഴായിരിക്കും എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്ന് പറയുന്നൊരു പക്ഷേ രാഷ്ട്രീയമായി പറയുന്നു. എപ്പോഴെങ്കിലും ആ ഘട്ടത്തിൽ വിളിപ്പിക്കുമായിരിക്കാം. ഇപ്പോൾ നമുക്കറിയാം ജാഥ തുടങ്ങി രണ്ടാമത്തെ ദിവസമാണ് നടപടി തുടങ്ങിയെന്നുള്ള രാഷ്ട്രീയമായി പറയുന്നുണ്ടല്ലോ. അതേപോലെ രാഷ്ട്രീയമായി നിൽക്കുന്നുണ്ടാവും. പക്ഷേ അജയ് തറയിലിനെ വിളിപ്പിക്കാം സ്റ്റേറ്റ് വിജിലൻസിന് എന്നുള്ളതാണ്. ഇനി നോക്കൂ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി പാളിയുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു വിവരം കൂടി ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതാണ്ട് SIT പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ പറഞ്ഞ കുറ്റപത്രം ഏതാണ്ട് തയ്യാറായിരിക്കുന്നു. ഇനി അതിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനേ ഉള്ളൂ. അതെന്താണ്? ഈ സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം സംബന്ധിച്ചാണ്. ആ കാലപ്പഴക്കത്തിനുള്ള അന്വേഷണമാണല്ലോ ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ റിക്കവർ ചെയ്യാവുന്ന രൂപത്തിലല്ല ഈ സ്വർണ്ണപ്പാളികൾ എന്ന ബോധത്തിലേക്ക് SIT എത്തിയിരിക്കുന്നു എന്ന വിവരം കൂടി ഞാൻ മനസ്സിലാക്കിയാണ്. അപ്പോൾ റിക്കവറി ഇല്ലെങ്കിലും കേസ് നിൽക്കാൻ പാകത്തിൽ കാലപ്പഴക്കം, അതായത് ഇപ്പോൾ നിൽക്കുന്ന പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അത് ഒരു സോളിഡ് എവിഡൻസ് ആകും.